എന്നാ അമ്മേ പോയിട്ട് വരാമേ. രണ്ടാമത്തെ വണ്ടിക്ക് വരുള്ളൂ, താമസിക്കുവേ. എല്ലാരും കൂടുമായിട്ട് വരുന്നുണ്ടേ. നിങ്ങളൊന്നും ഈ സാമ്പത്തിക പോയാലോ അവിടുന്ന്. ഇതില് മാന്യമായി യാത്ര ചെയ്യുന്ന ആണുങ്ങളല്ല, നിങ്ങൾ ഓരോ കുടുംബം കൊണ്ടുണ്ട് പോയാലോ അവിടുന്ന്. ഒരു ഇൻസിഡന്റ് അങ്ങനെ നടന്നു വിചാരിച്ചു എന്താ നിങ്ങൾ എല്ലാ പെണ്ണുങ്ങളും എതിർക്കണേ? അല്ല നിങ്ങൾ എല്ലാവരും ഓക്കെ ലൈക്കും കൊടുത്ത് ഓള് 9,000 ഫോളോവേഴ്സ് ഉള്ള 12,000 ആക്കിയ ആൾക്കാരാണ്. ദീപകിന്റെ ആത്മഹത്യക്ക് ശേഷം ഇങ്ങനെയുള്ള ഒരുപാട് റീൽസ് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇപ്പൊ ആണുങ്ങളെ നമുക്ക് രണ്ട് കാറ്റഗറി ആക്കാം എന്നാണ്. ഒന്ന്, അവസരം കിട്ടിയാൽ ബസ്സിലും ട്രെയിനിലും ഒക്കെ സ്ത്രീകളെ പീഡിപ്പിക്കാൻ റെഡിയായി നിൽക്കുന്നവർ. അവർക്കിപ്പോ സംഭവിച്ച ഈ കാര്യം ഒരു സ്വർണ്ണാവസരമാണ്. കാരണം ആണുങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല, പെണ്ണുങ്ങളാണ് പ്രശ്നക്കാരികൾ എന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ ഇവർ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഡീസന്റ് ആയിട്ടുള്ള ആണുങ്ങൾ, എന്നാൽ എന്തെങ്കിലും ഫേക്ക് കേസിൽ പെട്ടുപോകുമോ എന്ന് പേടിയുള്ളവർ. നമ്മുടെ ഈ ഒരു പേടിയെ നിസാരമായി എടുക്കുന്നത് ശരിയല്ല. കാരണം അങ്ങനെ ഒരു ഫേക്ക് കേസ് സംഭവിച്ചാൽ അത് ജീവിതത്തെ വല്ലാതെ ബാധിക്കുകയും നമ്മളെ തളർത്തുകയും ചെയ്യും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക. ഒന്ന്, ഫേക്ക് കേസിൽ പുരുഷന്മാരെ പെടുത്തുന്ന സ്ത്രീകളെ ശിക്ഷിക്കുക. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ട ഉടനെ മുദ്ര കുത്തി ആൾക്കൂട്ട വിചാരണ നടത്തി വിധി കൽപ്പിക്കാതിരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറിയിലെ ആണുങ്ങളുടെ എണ്ണം നന്നായി കുറയ്ക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഫേക്ക് കേസുകൾ ഉണ്ടാകുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് ഇവരാണ്. അത്യാവശ്യം പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളിൽ പുരുഷന്മാരുടെ അടുത്ത് നിന്ന് പീഡനമേൽക്കാത്ത ഒരു സ്ത്രീ പോലും നമ്മുടെ നാട്ടിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള റീൽസ് പടച്ചുവിടുന്നവരിൽ പലരും ജാക്കി വെപ്പ് എന്നതൊക്കെ വലിയ സാഹസിക കൃത്യമായി ഫ്രണ്ട് സർക്കിളിൽ വിളമ്പുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇല്ലാതായാൽ സ്ത്രീകൾക്ക് ഇങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ വീഡിയോ പിടിക്കാൻ റെഡിയായി നിൽക്കേണ്ടി വരില്ല. അപ്പൊ നമുക്കെതിരെ ഫേക്ക് കേസുകൾ ഉണ്ടാകുമെന്ന് പേടിക്കേണ്ടിയും വരില്ല.